നമസ്കാരം. രാജ്യത്ത് എവിടെയെങ്കിലും ഒരു സമരമുണ്ടായാൽ ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് നെഞ്ചുവിരിച്ചു നിന്ന് വലിയ വർത്തമാനങ്ങൾ പറയുകയും മോദി സർക്കാരിനെ കുറ്റം പറയുകയും ചെയ്യുന്ന പ്രകാശ് രാജ് എന്ന സിനിമാ അഭിനേതാവിന്റെ യഥാർത്ഥ മുഖമൊടുവിൽ കേരളത്തിന്റെ മണ്ണിൽ അഴിഞ്ഞു വീണിരിക്കുകയാണ്. CJP പോലെയുള്ള സംഘടനകളുടെ സമരമുഖങ്ങളിൽ ആദ്യം മുന്നോട്ട് ചാടി വീണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമെങ്കിലും തനിക്കെതിരെ ചെറിയൊരു നിയമക്കുരുക്കോ കേസോ വരുമെന്ന് ഉറപ്പാകുമ്പോൾ പതുക്കെ മുങ്ങുന്ന ഈ ഇരട്ടത്താപ്പുകാരന്റെ തനിനിറമാണ് വാഗമണ്ണിലെ ഭൂമി കയ്യേറ്റ വിവാദത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാട്ടുകാരെയും പൊതുജനങ്ങളെയും കാലങ്ങളായി കബളിപ്പിച്ച് സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഇത്തരം സെലിബ്രിറ്റി മാഫിയകൾക്ക് കേരളത്തിൽ ഇനി മാന്യമായി ജീവിക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ് വരാട്ടുമേട്ടിൽ റവന്യൂ വകുപ്പ് നടത്തിയിരിക്കുന്ന ഈ ചരിത്രപരമായ നടപടി. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് കോടികളുടെ സർക്കാർ ഭൂമി സ്വന്തം പേരിലാക്കി വിലസിയ പ്രകാശ് രാജിന് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയപ്പോൾ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോകേണ്ടി വന്നത് ഇയാളുടെ ഭീരുത്വത്തിന്റെ പകൽ പോലെ വ്യക്തമാക്കുകയാണ്. കേരളത്തിന്റെ മനോഹാരിത തുളുമ്പുന്ന മലനിരകളും കോടമഞ്ഞും നിറഞ്ഞ വാഗമണ്ണിലെ വരാട്ടുമേട്ടിൽ റവന്യൂ വകുപ്പ് നടത്തിയ അതിസാഹസികവും ശക്തവുമായ പരിശോധന കേരളത്തിലെ രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലങ്ങളിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി കപട സദാചാരത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് കേരളത്തിന്റെ പൊതുസമ്പത്തും മലയോര ഭൂമിയും കൊള്ളയടിച്ചുകൊണ്ടിരുന്ന മാഫിയകളുടെ ഉറക്കം കെടുത്തുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വ്യാജ പട്ടയങ്ങളുടെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ കൈയടക്കി വെച്ചിരുന്നവർക്കെതിരെ ഭരണകൂടം കർശനമായ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ സാംസ്കാരിക നായകന്മാരുടെ വേഷം കെട്ടി നടക്കുന്ന ചില പ്രമുഖരുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. നിയമത്തിന്റെ മുന്നിൽ സാധാരണക്കാരനും പ്രമുഖനും ഒരുപോലെ തുല്യനാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മിന്നൽ നീക്കങ്ങളാണിപ്പോൾ ഇടുക്കി ജില്ലയിലെ പീരുമേട് മേഖലയിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കച്ചവടം നടത്തുന്ന വലിയൊരു സംഘത്തിന്റെ വേരുകളാണ് ഈ പരിശോധനയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് മലയാളികൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു സാമൂഹിക വിഷയം കൂടിയാണ്. വരാട്ടുമേട്ടിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ അനുമതികളുമില്ലാതെയാണ് വൻകിട കയ്യേറ്റങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. വരാട്ടുമേട് സ്വദേശിയായ പ്രദീപ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ 10 ഏക്കറോളം വരുന്ന വിശാലമായ ഭൂമി നിയമവിരുദ്ധമായി കയ്യേറി സ്വന്തമാക്കിയിട്ടുള്ളത്. റവന്യൂ രേഖകൾ പ്രകാരം ദുരൈരാജ്, മുത്തശ്ശി സുബയ്യ എന്നിവരുടെ പേരിൽ വരാട്ടുമേട്ടിൽ വെറും 2.5 ഏക്കർ പട്ടയഭൂമി മാത്രമാണ് യഥാർത്ഥത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ തുച്ഛമായ പട്ടയത്തിന്റെ മറവിൽ നിന്ന് അതിന്റെ അതിർത്തികൾ വ്യാപകമായി ലംഘിച്ചുകൊണ്ട് സമീപത്ത് കിടക്കുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമി ഇവർ തട്ടിയെടുക്കുകയായിരുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃതമായി കൃഷികളും വാണിജ്യ നിർമ്മാണങ്ങളും നടത്തി വന്നത് പ്രാദേശിക തലത്തിലുള്ള വലിയൊരു മാഫിയ സംഘത്തിന്റെ ഒത്താശയോടെയാണെന്ന ആക്ഷേപമാണിപ്പോൾ ശക്തമായി ഉയരുന്നത്. സാധാരണക്കാരായ കർഷകർ ചെറിയൊരു ഭൂമിക്ക് വേണ്ടി വർഷങ്ങളോളം വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ യാതൊരുവിധ മടിയും കൂടാതെയാണ് ഇത്തരം ഭൂമാഫിയകൾ ലക്ഷക്കണക്കിന് രൂപയുടെ സർക്കാർ ഭൂമി സ്വന്തം പേരിലാക്കി മാറ്റുന്നത്. ഈ കൊള്ളയ്ക്ക് തടയിടാൻ റവന്യൂ ഉദ്യോഗസ്ഥർ എടുത്ത ധീരമായ തീരുമാനം അഭിനന്ദനം അർഹിക്കുന്നതാണ്. കയ്യേറ്റം കണ്ടെത്തിയ ഉടൻ തന്നെ യാതൊരുവിധ ഒത്തുകളികൾക്ക് നിൽക്കാതെ കർശന നടപടികളിലേക്കാണ് റവന്യൂ വനം വകുപ്പുകൾ കടന്നത്. പരിസ്ഥിതി പ്രദേശമായ വരാട്ടുമേട്ടിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച ആഡംബര ഹോം സ്റ്റേ കെട്ടിടങ്ങളും കഫേകളും അധികൃതർ JCB ഉപയോഗിച്ച് പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഇരുമ്പുവേലികളും ബലമുള്ള കരിങ്കൽ കെട്ടുകളും ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ ഇടിച്ചു നിരത്തിയത്. ഇതോടൊപ്പം തന്നെ പ്രദേശത്ത് കയ്യേറ്റക്കാർ കൃത്രിമമായി നിർമ്മിച്ച വലിയ കുളങ്ങളും നശിപ്പിച്ചു. ഇത് വെറും ഒരു ചെറിയ കയ്യേറ്റം ഒഴിപ്പിക്കൽ മാത്രമായിരുന്നില്ല. കേരളത്തിലെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകർക്കുന്ന മാഫിയകൾക്ക് നൽകിയ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഇത്. എന്നാൽ ഈ 10 ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചതോടെ മാത്രം തീരുന്നതല്ല ഈ വിവാദങ്ങളുടെ ആഴം. ഈ വൻകിട കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രമുഖരുടെ പേരുകൾ പുറത്തു വന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയിരിക്കുന്നത്. മലയാള സിനിമയിലും ഇതര ഭാഷാ സിനിമകളിലും സജീവമായി നിൽക്കുകയും പൊതുവേദികളിൽ കയറി വലിയ രീതിയിൽ മതേതരത്വവും നിയമവാഴ്ചയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നടൻ പ്രകാശ് രാജിന്റെ പേര് ഈ ഭൂമി വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. യഥാസമയം രാജ്യത്തെ നിയമവ്യവസ്ഥയെയും ഭരണഘടനയും കുറിച്ച് വാചാലനാകുന്ന ഈ നടന്റെ സ്വന്തം ഭൂമി ഇടപാടുകൾ എങ്ങനെയുള്ളതാണ് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ വരാട്ടുമേട്ടിൽ നിന്നും പുറത്തു വരുന്നത്. വരാട്ടുമേട്ടിൽ പ്രകാശ് രാജിന് നിയമപരമായ രീതിയിൽ കുറച്ച് പട്ടയഭൂമി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്.
എന്നാൽ ആ പട്ടയത്തിന്റെ മറവിൽ അതിന്റെ അതിർത്തികളിൽ അനധികൃതമായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഭാഗം അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ട് എന്നാണ് തെളിയുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് മേനി നടിക്കുന്നവർ എപ്പോഴൊക്കെ പ്രതിക്കൂട്ടിലാകുന്നുവോ അപ്പോഴൊക്കെ കാണിക്കുന്ന അതേ ഒളിച്ചുകളി തന്നെയാണ് പ്രകാശ് രാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് ഉറക്കെ പ്രസംഗിക്കുന്ന ഇയാൾ സ്വന്തം ഭൂമിയിലെ ക്രമക്കേടുകൾ പുറത്തു വന്നപ്പോൾ വാലുമടക്കി ഒളിവിലിരിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. പ്രകാശ് രാജിന്റെ കൈവശമുള്ള ഭൂമിയുടെ കൃത്യമായ അളവുകൾ തിട്ടപ്പെടുത്തുന്നതിനായി അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള സാന്നിധ്യം റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി ഉദ്യോഗസ്ഥർ പലതവണ ഔദ്യോഗികമായി നോട്ടീസ് നൽകിയെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ ഈ പ്രകാശ് രാജ് തയ്യാറായില്ല. ജനങ്ങളെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഇത്തരം കപട സാംസ്കാരിക നായകന്മാരുടെ യഥാർത്ഥ മുഖം ഓരോന്നായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തുറന്നുകാട്ടപ്പെടുകയാണ്. തങ്ങൾ നൽകിയ ഔദ്യോഗിക നോട്ടീസ് കൈപ്പറ്റാൻ പോലും തയ്യാറാകാതെ ഒളിവിൽ കഴിയുന്ന പ്രകാശ് രാജിന്റെ ഇപ്പോഴത്തെ പരുഷമായ പെരുമാറ്റം അദ്ദേഹത്തിന്റെ കാപട്യത്തെയാണ് തുറന്നുകാട്ടുന്നത്. ഉദ്യോഗസ്ഥർ വിളിച്ചപ്പോൾ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയ സിനിമാ താരത്തിന്റെ നെറുകെട്ട പ്രവൃത്തി സാധാരണക്കാരനായ ഒരു പൗരന്റെ നിയമത്തോട് കാണിക്കുന്ന ഉത്തരവാദിത്തത്തെയാണ് പരിഹസിക്കുന്നത്. വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ഇയാൾ നേരിട്ട് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹാജരാകാൻ ഭയപ്പെടുന്നത് എന്തിനാണെന്ന് ആണ് ജനങ്ങൾ ചോദിക്കുന്നത്. അധികാരത്തിന്റെയും പ്രശസ്തിയുടെയും തിളക്കത്തിൽ ഏത് നിയമവും തങ്ങൾക്ക് ബാധകമല്ലെന്ന് കരുതുന്ന ഇത്തരം ലോബികളുടെ അഹങ്കാരത്തിനുള്ള ശക്തമായ മറുപടിയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പീരുമേട് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ഈ വിഷയം ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രകാശ് രാജിന്റെ കൈവശമുള്ള ഭൂമി ഇഞ്ചോടിഞ്ച് അളന്ന് തിട്ടപ്പെടുത്തണമെന്നും ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ സെന്റ് പുറമ്പോക്ക് ഭൂമിയും സർക്കാർ തിരിച്ചുപിടിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുന്നു. രാജ്യത്ത് ദേശീയ തലത്തിൽ ഏതെങ്കിലും സമരമുഖങ്ങൾ വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്താനും ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള സംഘടനകൾ നടത്തുന്ന സമരങ്ങളുടെ ആദ്യ നിരയിൽ വന്ന് പൊതുജനങ്ങളെ കബളിപ്പിച്ച് പ്രസംഗിക്കാനും കാണിക്കുന്ന ആവേശം സ്വന്തം നാട്ടിൽ സ്വന്തം പേരിലുള്ള നിയമപ്രശ്നങ്ങളും കയ്യേറ്റ ആരോപണങ്ങളും വരുമ്പോൾ പ്രകാശ് രാജ് ഒരിക്കലും കാണിക്കാറില്ല എന്നത് ഇയാളുടെ ഭീരുത്വവും ഇരട്ടത്താപ്പുമാണ് വ്യക്തമാക്കുന്നത്. അന്ന് CJPയുടെ സമരമുഖത്ത് വലിയ അവകാശവാദങ്ങളുമായി ആദ്യം മുന്നോട്ട് വന്നെങ്കിലും കാര്യങ്ങൾ തനിക്ക് പാരയാകുമെന്നും സ്വന്തം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കള്ളത്തരങ്ങളും പുറത്തു വന്ന് വലിയ നിയമക്കുരുക്കുകളിൽ പെട്ടുപോകുമെന്നും മനസ്സിലായപ്പോൾ വളരെ തന്ത്രപരമായി ഇയാൾ ആ സമരത്തിൽ നിന്നും പിന്മാറി മുങ്ങുകയായിരുന്നു. പുറമേ വലിയ വിപ്ലവകാരിയും ധീരനുമായി നടിക്കുകയും എന്നാൽ തനിക്കെതിരെ നിയമപരമായ നടപടികൾ വരുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾ പോലും ബ്ലോക്ക് ചെയ്ത് ഒളിച്ചോടുകയും ചെയ്യുന്ന ഇത്തരം കപട നാടകങ്ങൾ കേരളത്തിലെ ദേശസ്നേഹികളും പൊതുജനങ്ങളും കൃത്യമായി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെവിടെയും ചെന്ന് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് വാദിക്കുമ്പോൾ തന്നെ സ്വന്തം മണ്ണിലെ നിയമവ്യവസ്ഥയെ അനുസരിക്കാനും തനിക്കെതിരെയുള്ള അന്വേഷണങ്ങളോട് സഹകരിക്കാനും ഇയാൾ എന്തുകൊണ്ടാണ് ഇത്രയും ഭയം കാണിക്കുന്നത്? നിയമവ്യവസ്ഥയെയും ഭരണഘടനയും കുറിച്ച് എപ്പോഴും വാചാലനാകുന്ന പ്രകാശ് രാജ് സ്വന്തം ഭൂമി അളക്കാൻ വരുന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ കണ്ട് ഭയന്ന് ഒളിവിലിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാപട്യത്തിന്റെ ആഴമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. നിയമത്തെ അനുസരിക്കാൻ മടിക്കുന്ന ഇത്തരം നിയമലംഘകർക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ അന്യസംസ്ഥാനത്തു നിന്നും വന്ന് വിലസുന്ന ഇവിടുത്തെ നിയമങ്ങൾ ബാധകമല്ലെന്ന അഹങ്കാരമാണ് റവന്യൂ വകുപ്പിന്റെ ഈ ശക്തമായ ഇടപെടലിലൂടെ തകർത്തെറിയപ്പെട്ടിട്ടുള്ളത്. സെലിബ്രിറ്റികൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന ധാരണയാണ് ഇവിടെ തിരുത്തപ്പെടുന്നത്. സമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെ ഇത്തരത്തിൽ കോടികളുടെ ഭൂമി കയ്യേറി സ്വന്തമാക്കുന്നത് നാടിനോടുള്ള വലിയ വഞ്ചനയാണ് കാണിക്കുന്നത്. കേരളത്തിന്റെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് സ്വന്തം കീശ വീക്കിക്കുന്ന ഇത്തരം മാഫിയ കൂട്ടങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനിയും ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രകാശ് രാജിനെ പോലുള്ള പ്രമുഖർ കാണിക്കുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വരേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ആവശ്യമാണ്. വരാട്ടുമേട്ടിൽ പിടിച്ചെടുത്ത 10 ഏക്കർ ഭൂമി നാടിന്റെ പൊതുസമ്പത്തായി മാറ്റാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കയ്യേറ്റക്കാരെ സഹായിക്കാൻ കൂട്ടുനിന്ന പ്രാദേശിക രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് ഇതിൽ അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. പ്രകാശ് രാജിനെ പോലെയുള്ള മാന്യന്മാരുടെ വേഷം കെട്ടുന്നവരുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടപ്പെടുമ്പോൾ അർഹമായ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്കിനി സാധിക്കില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുന്ന ഇത്തരം കപട ദേശസ്നേഹികൾക്കും കയ്യേറ്റക്കാർക്കുമെതിരെ സർക്കാർ തുടരുന്ന ഇത്തരം നടപടികൾ എല്ലാ അർത്ഥത്തിലും ശ്ലാഘനീയമാണ്. സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ പാടുപെടുന്ന ഈ കാലഘട്ടത്തിലാണ് കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി യാതൊരു ഉളുപ്പുമില്ലാതെ ചിലർ കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങളെയും ഉദ്യോഗസ്ഥരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രവണതകളാണ് ഇത്തരം സെലിബ്രിറ്റികൾ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അത്തരം ഭീഷണികൾക്കൊന്നും മുന്നിൽ വഴങ്ങാൻ തയ്യാറാകാതെ റവന്യൂ ഉദ്യോഗസ്ഥർ എടുത്ത ശക്തമായ നിലപാട് കേരളത്തിലെ നിയമവ്യവസ്ഥയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതാണ്.
ഇത്തരത്തിലുള്ള ഭൂമി ഇടപാടുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വൻകിട ശക്തികളെ മുഴുവൻ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. പ്രകാശ് രാജിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ യഥാർത്ഥ രേഖകൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ അഴിമതികളുടെ കഥകൾ പുറത്തുവരിക. നോട്ടീസ് കൈപ്പറ്റാതെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തും എത്രകാലം ഒളിച്ചു നടക്കാൻ സാധിക്കുമെന്നാണ് ഇയാൾ കരുതുന്നത്. കേരളത്തിലെ മലയോര മേഖലകളിൽ നടക്കുന്ന ഇത്തരം അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ കർശനമായ ജാഗ്രതയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. വരാട്ടുമേട്ടിൽ തുടങ്ങിയ ഈ ശുദ്ധീകരണ പ്രക്രിയ കേരളത്തിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ സ്വപ്നങ്ങളെ ചവിട്ടിമെതിച്ച് സ്വന്തം സാമ്രാജ്യങ്ങൾ പണിയുന്ന മാഫിയകൾക്ക് കേരളത്തിൽ ഇനി പച്ചപിടിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വാഗമണ്ണിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമലംഘനത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ആരെയായാലും ഭരണകൂടം വിടില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നടപടിയിലൂടെ നൽകിയിരിക്കുന്നത്. വാഗമൺ വരാട്ടുമേറ്റിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ കേരളത്തിലെ ഭൂമാഫിയകൾക്കും അവരുടെ രാഷ്ട്രീയ സാംസ്കാരിക രക്ഷകർത്താക്കൾക്കുമുള്ള കനത്ത പ്രഹരം കൂടിയാണ്. CJPയുടെ സമരങ്ങളിൽ പോലും കേസ് വരുമെന്ന് ഭയന്ന് അവസാനം ഊരിപ്പോയ പ്രകാശ് രാജിന്റെ ഇരട്ടത്താപ്പ് സ്വന്തം നാട്ടിലെ ഭൂമി ഇടപാടുകളിലും ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. നോട്ടീസ് ഒളിപ്പിച്ചു വെച്ചും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തും രക്ഷപ്പെടാമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടു എങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ കപട മുഖംമൂടി അണിഞ്ഞ് കേരളത്തെ കൊള്ളയടിച്ചവർക്ക് ഒളിച്ചിരിക്കാൻ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉടൻ തന്നെ സംജാതമാകും. സർക്കാരിന്റെ ഈ ശക്തമായ നിലപാട് കയ്യേറ്റക്കാർക്കും നിയമലംഘകർക്കുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പായി മാറിക്കഴിഞ്ഞു. കേരളത്തിന്റെ മണ്ണിൽ അന്യസംസ്ഥാനത്തു നിന്നും വന്ന് നിയമങ്ങളെ കാറ്റിൽ പറത്തി വിലസാൻ ശ്രമിക്കുന്ന ആർക്കെങ്കിലും ഇനിയും ഇത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള ചുട്ട മറുപടിയായിരിക്കും വരും ദിവസങ്ങളിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്ന കടുത്ത നടപടികൾ. കപട സദാചാരത്തിന്റെ ആവരണങ്ങൾ അണിഞ്ഞ് സമൂഹത്തെ പറ്റിച്ചു കഴിയുന്ന ഇത്തരം പ്രമുഖരുടെ യഥാർത്ഥ മുഖം ഇനിയെങ്കിലും തിരിച്ചറിയാൻ മലയാളികൾ തയ്യാറാകണം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഇവരുടെ നീക്കങ്ങളെ പ്രബുദ്ധരായ കേരള സമൂഹം പുച്ഛിച്ചു തള്ളുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.